പള്ളിക്കറിയും പത്തിരിയും. സെമിച്ചാവൊരു പള്ളിക്കറിയും പത്തിരിയും. ഈ ഷോപ്പിലുള്ളവരൊക്കെ കാസർകോട്ടുകാരാ. ഇച്ച എന്നല്ല കുട്ടി വിളിക്കണ വിളിയുണ്ടല്ലോ. ഇവരെ സ്പെഷ്യൽ സാധനം കഴിക്കാനാണ്. സത്യത്തിൽ ചായ അടിക്കാൻ വന്നതാണ്. പക്ഷെ ഇവരെ പള്ളിക്കറിയും അതുപോലെ പത്തിരിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാസർഗോഡ് പള്ളിക്കറി കേട്ടോ. തേങ്ങയൊക്കെ വെച്ചിങ്ങാണ്ട് നല്ല അടിപൊളിയങ്ങാണ്ടുള്ള ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ബീഫ്, അതും തേങ്ങക്കാരൻ നുറുനുറാച്ചിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്ത് ആ പത്തിരിക്ക് ഇങ്ങോട്ട് ആ ബീഫൊക്കെ കൂടി ഇങ്ങനെ ഫില്ല് ചെയ്തിങ്ങാണ്ട് അങ്ങനെ കഴിക്കാം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്തിരി അങ്ങോട്ട് എടുത്ത് മൊത്തത്തിൽ ആ ബീഫിൽ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കല്ല, ഇങ്ങനെ മുക്കിയെടുക്കല്ല. പിന്നെ അതെങ്ങനെ എടുക്കുക, ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരൊറ്റ കഴിക്കൽ. നോർമലി നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു ടൈപ്പിലല്ല ഇവർ ബീഫ് ഉണ്ടായിരുന്നു. ശരിക്കും ഈ ചായ കുടിക്കാനാണ് നമ്മളോട് വന്നിട്ടുണ്ടായത്. ഇവള് പറയണത് കേട്ടോക്കി. ശരിക്കും ഇവിടുത്തെ ചായയും കടിയും കഴിക്കാനാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുള്ള നമ്മൾ അറിഞ്ഞത്. ഇവരുടെ സ്പെഷ്യൽ പത്തിരിയും അതുപോലെ പള്ളിക്കറിയും.